രുചി റെസ്റ്റോറന്റ്. ലെറ്റ് ദ ഫുഡ് സ്പീക്ക്. വളപ്പിൽ കോംപ്ലക്സ്, കോഴിക്കോട് റോഡ്, മാവൂർ. എല്ലാവിധ പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നു. ഇവിടെ ഇടത്തൊടി തലച്ചിലോങ്കാവില് കുംഭത്തിൽ വരുന്ന ശിവരാത്രി നാളിൽ ആണ് നമുക്ക് ഇവിടെ ഈ ക്ഷേത്രത്തിലെ ഉത്സവം, കാവിന്റെ ഉത്സവം നടത്തുന്നത് ശിവരാത്രി നാളിലാണ്. തറവാട്ട് കാരണവരുടെ നേതൃത്വത്തിൽ നമ്മൾ എല്ലാവരും, കുട്ടികളും സ്ത്രീകളും എല്ലാവരും കൂടിയിട്ട്, കാരണന്മാരും എല്ലാവരും കൂടിയിട്ടാണ് ഉത്സവം നമ്മൾ ഭംഗിയാക്കി നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ശിവരാത്രി നാളിൽ രാവിലെ തന്നെ തിരുമേനിയുടെ ആഭിമുഖ്യത്തില് പൂജ നടക്കും. അതിൽ ഗണപതി ഹോമമാണ് ആദ്യം നടത്തല്. പിന്നെ തലച്ചിലോങ്കാവില് തലച്ചിലോന്റെ പൂജയും അതുപോലെ ദേവിയുടെ പൂജയും തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഉത്സവത്തിലേക്ക് കടക്കുന്നത്. ഉത്സവത്തിലേക്ക് കടക്കുന്നതിന്റെ മുന്നോടിയായിട്ട് നമ്മൾക്ക് ഒരു കുളിച്ചുപുറപ്പാട് പരിപാടി. കുളിച്ചുപുറപ്പാട് നമ്മൾ താഴെ എടക്കണ്ടിയിൽ നിന്ന സ്ഥലത്ത് നിന്ന് കുളിച്ചുപുറപ്പാട് പുറപ്പെട്ട് കാവിലെത്തിയതിന് ശേഷം കാരണന്മാരെയും കൂട്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ മുത്തപ്പനെയും കൂട്ടി നമ്മൾ മേലെ കാവിലേക്ക് കയറുന്നതോടുകൂടി നമുക്ക് ഉത്സവത്തിന്റെ തുടക്കമായി. ഈ ഉത്സവത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഉത്സവം തുടങ്ങി നമ്മൾ വില്ലുകളെ കെട്ടലും പിന്നെ നമ്മൾ ചെണ്ട കൊട്ടി കാവുണർത്തലും പരിപാടി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു വൈകുന്നേരം 4 മണിയോടുകൂടി മേലെ കാവിലെ വെള്ളാട്ടിന്റെ തുടക്കമായി. വെള്ളാട്ട് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ വെള്ളാട്ട്, പിന്നെ താഴെ കാവിൽ വെള്ളാട്ട്, പിന്നെ മേലെ കാവിൽ തറയും കഴിഞ്ഞാൽ മേലെ കാവിലേക്ക് നമ്മൾ പിന്നെ കയറുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. അതുവരെ പിന്നെ താഴെ കാവിലുള്ള മലങ്കാരിത്തറ, അതുപോലെ ഭഗവതിത്തറ, പിന്നെ ഈ സന്യാസിത്തറ, കുട്ടിച്ചാത്തൻ തറ, മുത്തപ്പൻ തറ, ഗുളിയൻ തറ, ഈ തറകൾ കഴിഞ്ഞ് അവസാനത്ത് വരുന്ന കുട്ടിച്ചാത്തൻ തറ നമ്മൾ കുടി കൂട്ടിയിട്ടാണ് നമ്മൾ ഈ തറ ഉത്സവം അവസാനിപ്പിക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയാക്കി നടത്താൻ വേണ്ടിയിട്ട് നമ്മളെ എല്ലാ കാരണന്മാരും നമ്മളെ പരിസരവാസികളും നമ്മളോടൊപ്പം തന്നെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഈ പരിപാടിയിലേക്ക് നമ്മളെ ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മളെ പരിപാടിയിലേക്ക് എല്ലാവരും സന്തോഷത്തോടു കൂടി പങ്കാളിയാവണമെന്നും കൂടിയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. പിന്നെ മാത്രമല്ല, നമ്മൾക്ക് ഇതിൽ പ്രധാന ഒരു പങ്ക് വഹിക്കുന്നത് ഇവിടെ മലമുത്തന്മാരാണ്. അവരുടെ സാന്നിധ്യം നമുക്ക് നിർബന്ധമായിട്ട് ഇവിടെ ഉണ്ടാവേണ്ടതാണ്. അതായത് തറയോടടുപ്പിച്ച് നമ്മളെ കാവില് മേലെ കാവില് വെള്ളാട്ട് തുടങ്ങുന്നതോട് അടുപ്പിച്ചിട്ട് അവരിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിപ്പെടും. അവര് ഈ തറക്കാരെ കൂട്ടത്തിൽ തന്നെ അവരും അവരുടേതായ കളികൾ കളിച്ചുകൊണ്ടാണ് നമ്മൾ തറ വെള്ളാട്ട് കാര്യങ്ങൾ തുടങ്ങുന്നത്. അത് അവസാനം വരെ അവർ കുടുംബസമേതം വന്നിട്ട് നമ്മളോടൊപ്പം കൂടി പങ്കാളിയായിട്ട് ഞങ്ങളുടെ എല്ലാവിധ കാര്യങ്ങളും നമ്മളോടൊപ്പം തന്നെ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നമുക്ക് ഇത് പൂർത്തീകരിച്ചു തരുന്നത്. തലശിലോങ്കാവിന് ഏകദേശം 1000-ത്തിലധികം വർഷം പഴക്കമുണ്ട്. ഈ കാവ് 5 തലമുറയായിട്ട് പുരാതന കാലം മുതൽക്ക് ആഘോഷിച്ചു വരുന്ന അതിമഹത്തായ ഒരു ഉത്സവമാണിത്. ഞങ്ങളുടെ ഈ തറവാടിലെ ആളുകൾ, ബന്ധുക്കൾ, കുടുംബക്കാരെല്ലാം വിവിധ ദേശങ്ങളിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും തന്നെ ഈ ശിവരാത്രി നാളിൽ ഈ സ്ഥലത്ത് എത്തിപ്പെടുകയും ഞങ്ങളുടെ ഈ തിറ ഉത്സവം വളരെ ഭംഗിയായിട്ട് ആഘോഷിച്ചു വരികയാണ്. തിറ ഉത്സവത്തിന് ശേഷം 7ാം നാള് ഇവിടെ 7ാം പൂജയോട് കൂടിയാണ് ഈ ഉത്സവത്തിൻ്റെ സമാപ്തി. അതുവരെ എല്ലാവരും ഈ 2 ചടങ്ങുകളിലും സജീവമായി പങ്കെടുക്കുകയും എല്ലാവരുടെയും സാമ്പത്തിക സഹായവും ഞങ്ങൾക്ക് നിഷ്പക്ഷം കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എല്ലാവരെയും അറിയിക്കുകയും ഇതിൽ പങ്കാളികളാവണമെന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. 2026 ഫെബ്രുവരി 15 ഞായറാഴ്ചയാണ് നമ്മളുടെ ശിവരാത്രി ഉത്സവം. ഈ ഉത്സവത്തിലേക്ക് ഈ നാട്ടിലെയും എല്ലാ നാട്ടിലെയും എല്ലാവരെയും ഞങ്ങൾ കുടുംബസമേതം കാവിലേക്ക് ക്ഷണിക്കുകയാണ്. പരിപാടിയിൽ എല്ലാവരും പങ്കാളിയാവണം. ഞങ്ങളോടൊപ്പം തന്നെ എല്ലാ കാര്യത്തിലും പങ്കാളിയായിട്ട് എല്ലാവരുടെയും സാന്നിധ്യം ഈ തറവാട്ടിൽ ഉണ്ടാവണം എന്നുകൂടി പ്രത്യേകം ക്ഷണിക്കുകയാണ് എല്ലാവരെയും. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.